വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിചാരിച്ചു നോയമ്പൊന്നുമില്ല, അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേവറേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ചേമ്പും കപ്പ ഉണ്ടാക്കാം, പുഴുക്കുണ്ടാക്കിയാലോ. എന്നിട്ട് നല്ല കാന്താരി മുളക് ചമ്മന്തിയും കട്ടൻ ചായയും എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ. ഞാൻ മോനെ വിളിക്കാൻ പോയി വന്നപ്പോൾ ചേമ്പ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതാ ചേമ്പ്, കപ്പയുണ്ട്. കപ്പമ്മ കുറച്ച് മതി, കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ, ഉണ്ടാക്കി നോക്കാം അല്ലേ. ഓക്കെ ഗൈസ്, ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കപ്പ. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ കപ്പ. അതേപോലെ തന്നെ ചേമ്പും അങ്ങനെ തന്നെ ഇതാക്കിയിട്ടുണ്ട്. ഇത് മതി, ബാക്കി നാളെ ഉണ്ടാക്കാം, അവിയലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുത്താലോ. ഇത്രയൊക്കെ മതിയല്ല, കൂടുതലായാലും കഴിക്കത്തില്ല. അപ്പം ഇനി ഇത് വേവിച്ചെടുക്കാം. പിന്നെ കാന്താരി മുളക് ചെറുതാണെങ്കിലും ഭയങ്കര എരിവാട്ടോ, ഇതിന് നല്ല എരിവാട്ടോ ഇത്. പിന്നെ ചെറിയ ഉള്ളി, കാന്താരി മുളക്, ഇവിടെ ചീരാമുളക് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ അവിടെ കാന്താരി മുളകെന്ന്. പിന്നെ നമ്മുടെ കാന്താരി മുളകും ചെറിയ ഉള്ളി, ഇവിടെയൊക്കെ ചീരാമുളക് എന്നാട്ടോ പറയുന്നത്. ഇത്രയും മതി, നല്ല എരിവായിരിക്കും. പിന്നെ കുറച്ച് പഴുത്തിട്ടുണ്ട്, നമുക്കത് ചെടിച്ചട്ടിയിൽ ഒന്ന് ഇട്ട് നോക്കാം, മുളയ്ക്കുമോ നോക്കാം കേട്ടോ ഗൈസ്. ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയതിൻ്റെ തോലൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അവനെ ചിക്കൻ പൊരിക്കണം, ഇല്ലെങ്കിൽ അവന് ദേഷ്യം വരും. ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ നമ്മുടെ കപ്പയും ചേമ്പും വിസിൽ വരാനായില്ല, ആവട്ടെ. അപ്പോൾ ചമ്മന്തി പൊടിക്കാം. രണ്ട് വിസിലായിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്ത് തുറന്ന് നോക്കാം. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പുളി ഇടുന്നവർക്ക് പുളി ഇടാം കേട്ടോ, എനിക്ക് പുളി ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പുളി ഇടാറില്ല. പുളി എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ എടുക്കാൻ കുറച്ച് പാടാണ്. ദൈവമേ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം. സുട സുട ചേമ്പും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ടനോട്ട് ഒരു പിടി പിടിച്ചാൽ മതി ഗൈസ്. എന്താ രസമല്ലേ. ചമ്മന്തി. അപ്പോൾ വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ചൂട് പോട്ടിട്ടല്ലേ, ചൂട് പോയിട്ട് കഴിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മേശപ്പുറത്തെല്ലാം എത്തിച്ചിട്ടുണ്ട്. ചമ്മന്തി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം. സ്പൂണൊക്കെ വെച്ചെടുത്താൽ അതൊക്കെ തറയിൽ പോകും, അങ്ങനെ അതല്ലേ കൈ കൊണ്ടെടുത്ത് കഴിക്കുന്നത്. അപ്പം കഴിച്ചിട്ട് കാണാം ഗൈസ്. കഴിക്കുന്നില്ലേ? അപ്പോൾ എന്താ കഴിച്ചിട്ടോ? ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചില്ലല്ലോ. സാറിന് ഇപ്പോൾ വേണ്ടെന്ന്, നമുക്ക് കഴിക്കാം. ഓക്കെ എന്താ തന്നെ എനിക്കിഷ്ടം സമൂസ പ്രാന്താണ്. അപ്പം ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്, ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ചമ്മന്തി ഇഷ്ടമല്ല, കപ്പയും ചിക്കനും കൂടി കഴിക്കണം. രണ്ടും കൂടി കപ്പ എടുത്തോ. കപ്പയും ചിക്കനാണ് ഇഷ്ടം.